ഇന്നത്തെ ഈ വീഡിയോ ഇത് എങ്ങനെ തുടങ്ങണം എന്നെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മളെല്ലാവരും വയനാട് വളരെ വലിയ ഒരു ദുരന്തം കണ്ട് സ്തംഭിച്ചു നിൽക്കുകയാണ്. ഈ സമയത്ത് സോഷ്യൽ മീഡിയയിൽ മുല്ലപ്പെരിയാർ വിഷയം വളരെ സജീവമായിട്ട് ചർച്ചയാവുന്നുണ്ട്. ബേസിക്കലി ഞാനൊരു പെരുമ്പാവൂരുകാരനാണ്. മുല്ലപ്പെരിയാർ ഒരു ദുരന്തമായി മാറിക്കഴിഞ്ഞാൽ പെരുമ്പാവൂർ മേഖലയിൽ ചിന്തിക്കാവുന്നതിനും അപ്പുറത്തുള്ള ദുരന്തങ്ങൾ സംഭവിക്കുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. പെരുമ്പാവൂർ മാത്രമല്ല, ഏതാണ്ട് 4ഓളം ജില്ലകളിൽ കനത്ത നാശനഷ്ടങ്ങൾ, ആളുകളുടെ ജീവൻ, അതുപോലെ മറ്റ് സ്ഥാപനങ്ങളായിക്കോട്ടെ, മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, എല്ലാം നശിച്ച് ഇന്ന് നമ്മൾ വയനാട് കണ്ടതിനേക്കാൾ സമാനതകളില്ലാത്ത ഒരു ദുരന്തമായിരിക്കും മുല്ലപ്പെരിയാർ ഒരു ദുരന്തമായി മാറിയാൽ എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ സുഹൃത്തു വലയങ്ങളിൽ, എൻ്റെ ഫാമിലിയിൽ എല്ലാം ഇത് തന്നെയാണ് ചർച്ച. പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാത്രിയിൽ പലപ്പോഴും മയക്കത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളാണ് സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ സ്വയം തിരിച്ചറിയുന്നു, ഇത് വളരെയധികം നമ്മുടെ മനസ്സിൽ ഒരു ഭയപ്പാടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും ഭയപ്പാടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും ഇത് നല്ല രീതിയിലൊരു ചർച്ചയിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, അതായത് ബാധിത മേഖലയിലുള്ള ആൾക്കാരുടെ മനസ്സിൽ ഇതൊരു ഭയപ്പാടായിട്ടുണ്ടോ, എങ്ങനെയാണ് അവർ ഇതിനെ കാണുന്നത്, അല്ലെങ്കിൽ ആൾക്കാർക്ക് എത്രത്തോളം ഇതിനെപ്പറ്റിയൊരു ആകുലതയുണ്ട്, നമുക്ക് ആൾക്കാരോട് തന്നെ ചോദിക്കാം. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വീടിന് നിയറസ്റ്റ് ആയിട്ടുള്ള ടൗണിൽ കുറുപ്പുംപടി വന്നേക്കാണ്. നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് ആളുകളോട് അവരുടെ അഭിപ്രായം ചോദിച്ചു നോക്കാം. ചേട്ടാ, നമ്മൾ ഒരു യൂട്യൂബ് സർവേയുടെ ഭാഗമായിട്ട് വന്നേക്കുന്നതാണ്. ഇപ്പോൾ വയനാടൊക്കെ ഇത്രയും ദുരന്തമൊക്കെ സംഭവിച്ചേക്കാണല്ലോ. അപ്പോൾ മുല്ലപ്പെരിയാർ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലൊരു പേടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വീണ്ടും സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ ഒരു ദുരന്തം ആവുകയാണെങ്കിൽ ഒരു അഫക്റ്റഡ് ഏരിയയാണ് നമ്മുടെ ഈ കുറുപ്പുംപടി എന്ന് പറയുന്ന ഈ മേഖലയൊക്കെ. അപ്പോൾ ഇവിടെ ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ ചേട്ടൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ചേട്ടൻ്റെ ഒരു ആവലാതി എന്താണ്? നമ്മൾ മെയിനായിട്ട് നമ്മൾ ആവലാതിപ്പെടുന്നത് ഈ മഴക്കാലത്തും ഉള്ള സമയത്ത്, വെള്ളപ്പൊക്ക സമയത്തൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആവലാതിപ്പെടുന്നത്. നമ്മൾ ഈ ആവലാതിപ്പെടുന്നതല്ലാതെ നമുക്ക് പ്രതികരിക്കാനോ നമുക്ക് ആവശ്യങ്ങൾ ഉന്നയിക്കാനോ നമുക്കൊരു സന്ദർഭം ലഭിക്കുന്നില്ല. നമ്മളെന്നും ആശങ്കാകുലരാണ്. എന്നാൽ ഇത് ചെയ്യേണ്ടത് ഉന്നതിയിലുള്ള ആൾക്കാരാണ്. അതെ, അതാണ് ഏറ്റവും മെയിനായിട്ടുള്ളൊരു പോയിന്റ്. നമ്മൾ ആദ്യത്തെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിലുള്ള ചേട്ടൻ പറഞ്ഞ വളരെ ഒരു കറക്റ്റായിട്ടുള്ള പോയിൻ്റാണ്. നമ്മൾ സാധാരണക്കാർക്ക് ഇതിൽ ആവലാതിപ്പെടാനേ സാധിക്കുകയുള്ളൂ. നമ്മുടെ കൺസേൺ നമ്മൾ ഇതുപോലുള്ള സർവേകളിലോ മറ്റുള്ള സ്ഥലത്തോ നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ അത് അധികാരികളിലേക്ക് എത്തുക, അവർ എന്താ പറയുക, അതിനൊരു ഉത്തമമായ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ പ്രതീക്ഷ മുഴുവൻ ശരിക്കും അധികാരികളിലാണ്. ചേട്ടൻ ശരിക്കും വറീഡാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി. തീർച്ചയായിട്ടും വറീഡാണ്. അതെല്ലാവരും, ഒരാളെ മാത്രമല്ല, നമ്മൾ ഒത്തിരി ആൾക്കാരെ ബാധിക്കുന്ന, ഒത്തിരി കുടുംബങ്ങളെ, ഒത്തിരി പ്രദേശത്ത് ബാധിക്കുന്ന ഒരു കാര്യമാണത്. മുല്ലപ്പെരിയാർ പൊട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ മുല്ലപ്പെരിയാറിൽ ഒരു ഡാം തുറന്നിടുമ്പോൾ തന്നേക്കും അവർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി സ്ഥലങ്ങളിൽ വെള്ളം കയറുന്നുണ്ട്. അതൊക്കെ എല്ലാവരും വറീഡാണ്. എല്ലാവരെയും മാറ്റിപ്പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നടപടിയുള്ളൊരു കാര്യമില്ല. ഇപ്പം മുല്ലപ്പെരിയാർ പുതിയൊരു ഡാം പണിയുക എന്നുള്ള ഒരു ഇത് മാത്രമേ നമ്മുടെ മുന്നിലേക്കുള്ളൂ. അല്ലാതെ എല്ലാവരെയും മാറ്റിപ്പാർപ്പിക്കാനുള്ള സ്ഥലമോ സൗകര്യങ്ങളോ ഒരിക്കലും നമ്മുടെ അടുത്തില്ല. ചേട്ടാ, ഇപ്പോൾ വയനാടൊക്കെ ഒരു ദുരന്തമൊക്കെ ഉണ്ടായിട്ട് ഇത്രയും ആൾക്കാർ മരിക്കുകയും ഇതുപോലൊരു നമ്മൾ മറ്റൊരു മഹത്തായിട്ടുള്ള ഒരു എന്താ പറയുക മഹാദുരന്തമായിട്ട് മാറിയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇപ്പോൾ മുല്ലപ്പെരിയാർ വീണ്ടും ഒരു ചർച്ചാ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറുപ്പുംപടി ഒരു ബാധിത മേഖല ആയതുകൊണ്ട് ചേട്ടൻ്റെ കൺസേൺ എന്താണ് ഇതിനെപ്പറ്റി? ചേട്ടൻ എന്താണ് പറയാൻ? മുല്ലപ്പെരിയാർ എത്രയും പെട്ടെന്ന് അതിനെക്കുറിച്ച് എല്ലാവരും അതിൻ്റെ അധികൃതർ ചിന്തിക്കണമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ല തന്നെ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ എത്രയോ 50 വർഷമാണ് അത് പണിത കാലഘട്ടത്തിൽ 50 വർഷത്തെ ഒരു അതിൻ്റെ ആയുസ് 50 വർഷം എന്നാണ് പറഞ്ഞേക്കണേ. എത്രയോ കാലം കഴിഞ്ഞു, അത് പിന്നിട്ടു. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികൃതർ
അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. പുതിയൊരു ഡാം പണിയുന്നതിനെക്കുറിച്ച് ആലോചിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതെ, ഇപ്പോൾ 128 വർഷമായെന്നാണ് കണക്കുകളിൽ പറയുന്നത്. 50 വർഷം ജോൺ പെനിക്കൊക്കെ എന്ന് പറയുന്ന ആളത് പണിയുന്ന സമയത്ത് 50 വർഷം ആയുസാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ചേട്ടന് ഇതിനെപ്പറ്റി കൺസേൺ ആണ്, ചേട്ടൻ അതിനെപ്പറ്റി ഒരു ആവലാതിയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കുറുപ്പമ്പടിയിലുള്ള മുഴുവൻ ആളുകളും ഇതിനുള്ള ഒരു ആവലാതിയോടുകൂടിയാണ് നോക്കുന്നത്. പ്രത്യേകിച്ച് അതും പരിസ്ഥിതി ലോല പ്രദേശമാണ്. മാധവ് ഗാഡ്ഗിൽ പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ച്. അത് അവിടെ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കോറിയുടെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കണമെന്ന് ആ റിപ്പോർട്ടിൽ തന്നെ ഉള്ളതാണ്. അതിനൊക്കെ അധികൃതർ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാം. ഓക്കെ ചേച്ചി, നമ്മളൊരു യൂട്യൂബ് സർവേയുടെ ഭാഗമായിട്ട് വന്നാണ്. അപ്പോൾ ഇപ്പോൾ വയനാടൊക്കെ ദുരന്തമൊക്കെ സംഭവിച്ചേക്കാണല്ലോ. അപ്പോൾ നമ്മൾ ഈ കുറുപ്പുംപടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ ഒരു ദുരന്തമായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് ബാധിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയൊക്കെ താമസിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരാളെന്നുള്ള രീതിയിൽ ചേച്ചിയുടെ കൺസേൺ എന്താണ്? മരണത്തെ എല്ലാവരും ഭയക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ നമുക്ക് എല്ലാവർക്കും ഒരു ആപത്ത് സംഭവിക്കും. എന്ത് അധികാരികൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഇതിനൊരു പ്രതിവിധി? തീരുമാനങ്ങൾ എല്ലാവരും എടുക്കുക. എത്ര നാളെ നമ്മൾ അതിന്റെ പുറകെ നടക്കുന്നു. എല്ലാവർക്കും കണ്ണും അറിവും കാര്യങ്ങളുള്ള വ്യക്തികളാണല്ലോ, അതിനുള്ളത് ചെയ്യാം. മുല്ലപ്പെരിയാർ പൊട്ടുന്ന എല്ലാവർക്കും പേടിയുണ്ട്, മരണം സംഭവിക്കും. അപ്പോൾ പൊതുജനങ്ങൾ മുഴുവൻ ഈ ഒരു പേടി ഉള്ളിൽ കൊണ്ട് തന്നെയാണ് എല്ലാവരും നടക്കുന്നത്. അപ്പോൾ മുല്ലപ്പെരിയാർ ദുരന്തമായാൽ ദുരന്തമാകുമോ എന്ന് എല്ലാവർക്കും പേടിയുണ്ട്. ചേച്ചി, നമ്മളൊരു അഭിപ്രായ സർവേ ആയിട്ട് വന്നതാണ്. ഇപ്പോൾ വയനാടൊക്കെ മഹാദുരന്തങ്ങളും പേമാരിയും അതുപോലെ ഭൂമി കുലുക്കവും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മുല്ലപ്പെരിയാർ വീണ്ടും ഒരു വിഷയമായിട്ട് മാറിയേക്കുകയാണ്. അത് മുല്ലപ്പെരിയാർ ഒരു ദുരന്തമായി കഴിഞ്ഞൊരു മഹാദുരന്തമായിരിക്കും. കേരളം അല്ല, ലോകം ഇന്നത്തേക്ക് വെച്ച് കണ്ടേക്കുന്നതിൽ ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് മാറുന്നതാണ് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തേക്കുന്ന ആൾക്കാർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മേഖല, ഈ കുറുപ്പുംപടി മേഖല എന്നൊക്കെ പറഞ്ഞാൽ ഇത് ശരിക്കും ബാധിക്കപ്പെടുന്ന ഒരു ഏരിയയാണ്. അവിടെ ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ ചേച്ചിക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഞാനിപ്പോൾ എന്താ പറയണ, കാഴ്ചയ്ക്ക് ഭയങ്കര സങ്കടം കൊള്ളണ ഒരു രോദനമാണത്. ഇതിപ്പോൾ നമുക്കാണെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ആർക്കൊക്കെയോ പറ്റിയ പോലുള്ളൊരു തോന്നലാണ് നമുക്ക്. ഇതിൽ കൂടുതൽ എന്താ ഞാൻ പറയണ്ടേ? അല്ല, ഈ മുല്ലപ്പെരിയാർ ഇപ്പോൾ ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ് വീണ്ടും എല്ലാവരും. അതായത് മുല്ലപ്പെരിയാർ നശിപ്പിക്കണം, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ പൊളിച്ച് വേറെ ഡാം പണിയണം, അല്ലെങ്കിൽ അതിന് ഇപ്പോഴുള്ള ഡാമിൻ്റെ ബലക്ഷയം മാറ്റി എന്തെങ്കിലും ചെയ്യണം. അതിന് ഡാം പൊളിക്കുക, അല്ലെങ്കിൽ വേറൊരു ഡാം പണിയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സജഷനായിട്ട് പറയണേ. ആ ഒരു കാര്യത്തിൽ ചേച്ചിക്ക് എന്താണ് അഭിപ്രായമുള്ളത്? പൊളിച്ച് പണിയണത് തന്നെ. ചേട്ടാ, നമ്മുടെ ഇപ്പോൾ വയനാട് ഇപ്പോൾ പ്രകൃതി ദുരന്തമൊക്കെ വന്ന് ഒരുപാട് പേര് മരിക്കുകയും ഒരു മഹാദുരന്തമായിട്ട് മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ ഒരു ദുരന്തമായാൽ എന്ന് എല്ലാവരും പേടിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കണം. അപ്പോൾ നമ്മളിവിടെ കുറുപ്പുംപടി മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുല്ലപ്പെരിയാർ ഒരു വിഷയമായി കഴിഞ്ഞാൽ ബാധിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ. അപ്പം അവിടെയുള്ള ഒരാളെന്നുള്ള രീതിയിൽ എന്താണ് ചേട്ടൻ ഇതിനെപ്പറ്റി പറയാനുള്ളത്? എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് പറയാൻ വേറെ ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച്, പഠന സംവിധാനം അനുസരിച്ച് എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് നൽകിയാൽ പോലും, ഇപ്പോൾ ഞാനിപ്പോൾ സഹോദരൻ്റെ അടുത്ത് പറയുകയാണ്, സഹോദരൻ ആ വഴി ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ സഹോദരൻ പറയും ആ വഴി പോയി എന്താണ് ചിന്തിക്കണമെന്നുള്ള രീതിയിലുള്ള സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അല്ല, ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടോ ചേട്ടൻ? ഇതിന് അങ്ങനെയുള്ള കൺസെപ്റ്റ് ഇല്ല. അങ്ങനെയൊന്നുമില്ല. ഇത് സംഭവിക്കുകയാണെങ്കിൽ ഇതിനെപ്പറ്റി ഒരു പേടിയോ അങ്ങനെയുള്ള ആവലാതികളോ, അല്ലെങ്കിൽ സംഭവിക്കില്ല എന്നുള്ളൊരു ധാരണയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം സംഭവിക്കില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതിന് മുൻപ് ഇതുപോലെ തന്നെ വെള്ളം കൂടുതൽ വന്നാൽ അന്ന് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളിത് കംപ്ലീറ്റ് ഉപയോഗിച്ചോളാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ അവർ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ചേട്ടന് പറയാനുള്ളത്. ചേച്ചിക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? മുല്ലപ്പെരിയാർ പൊട്ടി കഴിയുമ്പോൾ വയനാട് ദുരന്തം കണ്ടോണം എവിടെയെങ്കിലൊക്കെ ഇരുന്ന് ആരെങ്കിലൊക്കെ നമ്മളെ കാണാനില്ല എന്ന് പറയും. അത് വരെ വരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത്രയും വരെ ആക്കല്ലേ ഇത്. അതെ, ചേച്ചിയുടെ ഒരു കൺസേൺ ഒരു ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞെങ്കിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇങ്ങനൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന്, ഇപ്പോൾ വയനാട് ഉണ്ടായ ദുരന്തം ഒരുപാട് സ്ഥലത്തിരുന്ന്, അതെ നമ്മളിവിടെ ഇരുന്ന് വിഷമിക്കുന്ന പോലെ വേറെ ഒരുപാട് സ്ഥലത്തിരുന്ന് ഒരുപാട് ആൾക്കാർ ഇരുന്ന് വിഷമിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചേട്ടാ, ഇപ്പോൾ വയനാടൊക്കെ ഇത്രയും ദുരന്തങ്ങളൊക്കെ സംഭവിച്ചേക്കണം. അപ്പോൾ ഈ സമയത്ത് മുല്ലപ്പെരിയാറിനെ പറ്റി ചർച്ചകൾ സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ ഒരു ദുരന്തമായിട്ട് മാറിക്കഴിഞ്ഞാൽ അതൊരു മഹാദുരന്തമായിട്ട് മാറും. ഇപ്പോൾ കുറുപ്പുംപടി ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്നാണ് സ്റ്റഡീസൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? മുല്ലപ്പെരിയാർ ദുരന്തം വന്നാൽ 4 ജില്ലകളെ അഫക്റ്റ് ചെയ്യും.
ഏതാണ്ട് 30 ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏകദേശം കേരളം കാണുന്ന ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് മാറാതിരിക്കാൻ വേണ്ടി മുല്ലപ്പെരിയാർ പുതിയ ചെക്ക് ഡാം ഉണ്ടാക്കുകയോ അതുപോലെ തന്നെ പുതിയ ഡാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ അടിയന്തരമായിട്ട് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ചേട്ടൻ ഈ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുമോ എന്നുള്ളൊരു പേടി അല്ലെങ്കിൽ ഒരു തീർച്ചയായിട്ടും ഭാവിയിൽ ഇന്നോ നാളെ സംഭവിക്കണമെന്നല്ല പറഞ്ഞ് വിദൂരമല്ലാത്ത ഭാവിയിൽ ഇത് സംഭവിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ചേട്ടാ, ഇപ്പോൾ വയനാട് ഒരു മഹാദുരന്തം സംഭവിച്ച് അതിൻ്റെ ഒരു നടുക്കലിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും മുല്ലപ്പെരിയാർ ഒരു സജീവ വിഷയമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മുല്ലപ്പെരിയാർ ഒരു ദുരന്തമായിട്ട് മാറുമോ? അതിനെപ്പറ്റി ചേട്ടന് എന്താണ്, പേടിയുണ്ടോ? എങ്ങനെയാണ് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? മുല്ലപ്പെരിയാർ ദുരന്തമായി മാറുമെന്ന് ചോദിച്ചാൽ അത് 100% ദുരന്തമായിട്ട് മാറും. 100% ദുരന്തമായിട്ട് മാറും. നമ്മൾ ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ ഒരുമിച്ച് ഒരു വീട്ടിൽ കിടക്കാൻ വേണ്ടി ഒരു വീട്ടിൽ 4-5 അംഗങ്ങളുള്ളതിൽ ഒരുമിച്ച് കിടന്ന ഒരു കട്ടിലേ കിടന്ന ഒരാൾ രക്ഷപ്പെടുകയും ബാക്കിയുള്ളവർ വരെ വെള്ളം കൊണ്ടുപോയി ചെയ്ത ഒരവസ്ഥയുണ്ടായി. മുല്ലപ്പെരിയാർ എന്തുകൊണ്ടും ഒരു ഭീഷണിയാണ്. ആ ഇരിക്കുന്ന ഭാഗത്ത് എങ്ങാനൊരു ഭൂചലനോ എന്തെങ്കിലും ഉണ്ടായാൽ 100% ഉറപ്പാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. അത് വയനാട്ടിലുണ്ടായ ഒരു ദുരന്തം പോലെയല്ല. ഈ ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളായിരിക്കും അതിനകത്ത് മരണം ഉണ്ടാകുന്നത്. അത് നമ്മുടെ അധികാരികൾ അതിൽ ഇടപെട്ട് പുതിയൊരു ഡാം പണിയാനായിട്ട് വേണ്ട തീരുമാനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ സർക്കാരും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി അങ്ങനെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ വയനാടിനെ പോലെയല്ല ഇതൊരു മഹാദുരന്തമായിട്ടുണ്ടാകും. അപ്പോൾ അത് ഉണ്ടാകാതെ നമ്മൾ വേണ്ട രീതിയിൽ സർക്കാർ ഇടപെട്ട് ഏത് രീതിയിലും സുപ്രീം കോടതിയോ സർക്കാരോ എങ്ങനെയാണെങ്കിലും അത് അതിന് വേണ്ട ഒരു തീരുമാനത്തിലേക്ക് വന്നില്ലെങ്കിൽ നാടിനെ ലോകത്തിനെ തന്നെ നടുക്കിയ ഒരു സംഭവമായിട്ട് മാറും ഇത്. നമസ്കാരം ചേട്ടാ, നമ്മളൊരു യൂട്യൂബ് സർവേയുടെ ഭാഗമായിട്ട് വന്നതാണ്. ഇപ്പോൾ വയനാട് ഒരു മഹാദുരന്തം സംഭവിച്ച് നമ്മൾ അതിൻ്റെയൊക്കെ നടുക്കത്തിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് മുല്ലപ്പെരിയാർ വീണ്ടും സജീവ ചർച്ചയായിട്ട് മാറുകയാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ ഒരു ദുരന്തമായിട്ട് മാറുമോ? ചേട്ടൻ അതിനെപ്പറ്റി പേടിയുണ്ടോ? അതൊരു ബാധിക്കപ്പെടുന്ന ഏരിയ ആയതുകൊണ്ട് ചേട്ടൻ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളതെന്നാണ് അറിയേണ്ടത്. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ പേടിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഏത് സമയത്തും അത് എന്ത് സംഭവിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ വയനാട്ടിലുണ്ടായ പോലെ ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവരൊന്നും ആരും അതിനകത്ത് ഉത്തരവാദിത്തം എടുക്കണില്ല. അവരതിനുള്ള റിസ്ക് എടുക്കണില്ല. മെയിനായിട്ട് വെച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ആണെങ്കിൽ പണ്ടേ ചെയ്ത് തീർക്കാവുന്ന ഓരോ കേസുകളാണ് ചെയ്ത് തീർത്ത് മാറ്റാവുന്ന കേസ് ഉള്ളേറുന്നത്. പക്ഷേ അവർ ചെയ്യുന്നില്ല എന്ന രീതിയിലാണ്. ഇപ്പോൾ മുല്ലപ്പെരിയാറാണെങ്കിലും ഇപ്പോൾ പൊട്ടിക്കഴിഞ്ഞാലും സാധാരണക്കാരാണെന്നാണ് അതിനകത്ത് ബലിയാടാവുള്ളൂ. വലിയ വലിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിന് തർപ്പത്തിരിക്കുന്നവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാരാണ് അതിനകത്ത് ബലിയാടാവുന്നത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ശരിക്കും ഒരു പേടിയുണ്ട്. നമസ്കാരം ചേട്ടാ, നമ്മളെ ഒരു യൂട്യൂബ് സർവേയുടെ ഭാഗമായിട്ട് വന്നാൽ അപ്പോൾ ഇപ്പോൾ ഈ വയനാടൊക്കെ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഭൂചലനവും അല്ലെങ്കിൽ ഉരുൾപൊട്ടലൊക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ ഒരു നടുക്കത്തിലാണ് ഇരിക്കണേ. അപ്പോൾ വീണ്ടും മുല്ലപ്പെരിയാർ വീണ്ടും ഒരു സജീവ ചർച്ചയിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ കുറുപ്പുംപടി എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെ ബാധിക്കപ്പെടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരാളെന്നുള്ള രീതിയിൽ ചേട്ടൻ എന്താണ് അതിനെപ്പറ്റി ബോധേഡാണോ അല്ലെങ്കിൽ ചേട്ടന് പേടിയുണ്ടോ? എന്താണ് ചേട്ടൻ അതിനെപ്പറ്റി പറയാനുള്ളത്? പേടിയില്ലാതിരിക്കുമോ? സ്വാഭാവികം. അപ്പോൾ ഇതിന് എന്താണൊരു പ്രതിവിധി? ചേട്ടന് സമൂഹത്തോടോ അല്ലെങ്കിൽ അധികാരികളോട് എന്താണ് പറയാനുള്ളത്? മുല്ലപ്പെരിയാർ പുതുക്കിപ്പണിയിൽ ഒക്കെ ഈ സർക്കാർ ചെയ്യണ നടപടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അതാണ് നമുക്ക് പറയാനുള്ളത്. ജനങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് തന്നെയാണ്. ജനങ്ങളുടെ ഒരു അഭിപ്രായ പ്രകടനം കൊണ്ട് മാത്രമല്ല, അധികാരികളാണ് ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു നടപടി എടുക്കുന്നത്. സർക്കാരും കേരള സർക്കാർ രണ്ടുപേരും കൂടി മിങ്കിൾ ചെയ്തിട്ട് റെഡിയാക്കുകയാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ പുതുക്കി പണിയാണ്ട് അറ്റകുറ്റപ്പണിയെങ്കിലും തീർക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ചേട്ടാ, ഇപ്പോൾ വയനാടൊക്കെ ഒരു മഹാദുരന്തം സംഭവിച്ചിരിക്കുന്ന അതിൻ്റെ ഒരു നടുക്കത്തിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ വീണ്ടും മുല്ലപ്പെരിയാർ ഒരു സജീവ ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ ഒരു ദുരന്തം ആവുകയാണെങ്കിൽ അത് ബാധിക്കപ്പെടുന്ന ഏരിയയിലുള്ള ഒരാളാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ കുറുപ്പുംപടിയിലാണ് നമ്മളുള്ളത്. ഇതൊക്കെ ശരിക്കും ബാധിക്കപ്പെടുന്ന ഏരിയ ആണെന്നാണ് സർവേ പറയുന്നത്. ഇവിടെ ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ ചേട്ടൻ ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു? ചേട്ടൻ ഇതിനെപ്പറ്റി ഒരു പേടിയുണ്ടോ? എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? ഇപ്പം നമ്മളെ സംബന്ധിച്ച് പറയാമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഭയാനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, തൊട്ടടുത്ത് തന്നെ വയനാട്ടിൽ നമ്മളെ കൺമുമ്പിൽ തന്നെ സംഭവിച്ചാണ്. ചെറിയൊരു ഉരുൾപൊട്ടലോടുകൂടി വന്നത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ്. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ തന്നെയാണെങ്കിലും ഇവിടുത്തെ ഉള്ള ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ്. കാരണം തീർച്ചയായിട്ടും എൻ്റെ ഒരു പൊതുവേ ഒരു അഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ പുതിയത് പണിയണം എന്നുള്ളൊരു അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം. കാരണം പറഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്കും മനുഷ്യജീവനും ഭീഷണിയാണ്. ഇപ്പോൾ നമ്മളിതുപോലെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അത് എന്തായാലും അധികാരികളുടെ അടുത്തേക്ക് ഇത് എത്തിക്കുകയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ അധികാരികളോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇതിന് ഒന്നില്ലെങ്കിൽ നമുക്ക് ആ മുല്ലപ്പെരിയാർ പഴയത് നിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു മുല്ലപ്പെരിയാർ സംവിധാനം പണിയണം എന്നുള്ള അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം. ഇതൊരു ദുരന്തമായി മാറാൻ, അതായത് ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ പൊട്ടില്ല, രണ്ട് വാദഗതികളുണ്ട്. മുല്ലപ്പെരിയാർ ഒരു കാരണവശാലും പൊട്ടില്ല, ഇതിന് ആവശ്യത്തിൽ കൂടുതൽ ബലമുണ്ട്, ഇനിയും ഒരുപാട് കാലത്ത് സർവൈവ് ചെയ്യും എന്നുള്ള ഒരു അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ചേട്ടൻ ഏതിനോടാണ് യോജിക്കുന്നത്? ഇപ്പോൾ നമ്മളിപ്പോൾ വയനാട്ടിലെ സംഭവം തന്നെയാണെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചാണോ? ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. സ്വാഭാവികമായിട്ട് ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാനുള്ളത്. ഇവിടെ അപ്രതീക്ഷിതമായിട്ടൊരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാനായിട്ട് സാധിക്കും പറ്റില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമസ്കാരം ചേട്ടാ, നമ്മളൊരു യൂട്യൂബ് സർവേയുടെ ഭാഗമായിട്ട് വന്നതാണ്. ഇപ്പോൾ നമ്മൾ വയനാട് ഒരു പ്രകൃതി ദുരന്തം കണ്ട് നമ്മളാകെ നടുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ മുല്ലപ്പെരിയാർ ഒരു ദുരന്തമാകുമോ എന്ന് ഒരുപാട് ആൾക്കാർക്ക് പേടിയുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെപ്പറ്റി ഇങ്ങനെ കാര്യമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ദുരന്തമായിട്ട് മാറിയാൽ തീർച്ചയായിട്ടും ബാധിക്കപ്പെടുന്ന ഒരു ഏരിയയാണ് കുറുപ്പുംപടി മേഖല. ഇവിടെയുള്ള ഒരാളെന്നുള്ള രീതിയിൽ ചേട്ടനെ എങ്ങനെ നോക്കിക്കാണും? ഇതിനെ നോക്കി കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതായത് മുല്ലപ്പെരിയാർ പൊട്ടും. കേരളം, എറണാകുളം ജില്ല, കോട്ടയം ജില്ല, തൃശ്ശൂർ സഹിതമുള്ള മേഖലകൾ പോവും. അപ്പോൾ ഇപ്പം ഉണ്ടായതിനേക്കാൾ വലിയ ദുരന്തമായിരിക്കും. കാരണം അവിടത്തേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ തിങ്ങിപ്പറക്കുന്നുണ്ട്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യണം. ചേട്ടനെ തീർച്ചയായിട്ടും ഒരു ആവലാതിയോടുകൂടിയാണ് നോക്കി കാണുന്നത്. ഇല്ലാത്ത കാര്യമല്ലേ. ഇന്നലെ ഞങ്ങൾ വീട്ടിലൊരുമിച്ചിട്ട് സംസാരിച്ചൊരു കാര്യം കൂടിയത്. അപ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യും. ഞങ്ങളുടെ ഒരു ടോട്ടലി ഡിസ്കഷൻ ഉള്ളതിന്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് സ്ത്രീജനങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി ആവലാതിയുള്ള ഒരു കൂട്ടരായിരിക്കുമല്ലോ സ്ത്രീകൾ. നമുക്ക് അവരുടെ എന്താണ് ഒരു അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കാം. ഇപ്പോൾ വയനാട് നമുക്ക് ഇവിടെ ഒരു ഭീതിയായിട്ട് നിൽക്കുവാണ്, അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം കണ്ട് നമ്മൾ നടുങ്ങി നിൽക്കുവാണ്. അപ്പോൾ ഒരു പുതിയ തലമുറ എന്നുള്ള രീതിയിലും നിങ്ങൾ ഈ മുല്ലപ്പെരിയാർ ഒരു ദുരന്തമായാൽ അതിൻ്റെ പ്രത്യാഘാതത്തെ എങ്ങനെ വിലയിരുത്തുന്നു, അല്ലെങ്കിൽ ഇതൊരു ബാധിക്കപ്പെടുന്ന മേഖല ആയതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? തീർച്ചയായും എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് തന്നെയാണ്, സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വയനാടിനെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ട് വന്ന കാര്യമല്ലല്ലോ. അതുപോലെയും ഇതും നമ്മൾ എന്തും കൊണ്ടും ജാഗരൂകരായിട്ടിരിക്കണം എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളും എല്ലാവരും ആ ഒരു കാര്യത്തെ പേടിച്ച് തന്നെയാണ്. ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാറുണ്ടോ വീട്ടിൽ? അതായത് ഈ ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം നിങ്ങളുടെ ഇടയിലോ അല്ലെങ്കിൽ വീട്ടിലോ എവിടെയെങ്കിലും ഇതിനെപ്പറ്റി നിങ്ങൾ സംസാരിക്കാറുണ്ടോ? വയനാട്ടിൽ അങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതും ഇതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ പ്രളയം വന്ന സമയത്ത് തൊട്ടേ സംസാരിക്കുന്നതാണ്. പക്ഷെ ഇപ്പം പ്രളയം വന്ന സമയത്ത് അത്രയും അങ്ങ് ഡെപ്തിൽ അങ്ങ് ചിന്തിച്ച് പേടിക്കണ ആ ഒരു സിറ്റുവേഷൻ എത്തിയില്ലെങ്കിലും ഇപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുന്നു. അതെ, ഇത്രയും ഭീകരമായ ഓരോ അവസ്ഥകൾ നമ്മൾ ലൈവായിട്ട് വീഡിയോസിൽ എല്ലാവരും കാണുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഒരു പേടിയുണ്ടാവും. ഇത് നമ്മളിങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. അപ്പോൾ അധികാരികളാണ് ശരിക്കും ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ തോന്നണ ഇപ്പം നമ്മൾ ഈ മുല്ലപ്പെരിയാർ ഇപ്പോൾ തുറന്നു വിടുവാണ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ജനങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു നടപടികൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വയനാട്ടിൽ ഉണ്ടായ പോലെ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവില്ലാന്ന് ഒരു ഹോപ്പ് നമുക്ക് പ്രത്യാശിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇൻസ്ട്രക്ഷൻ തരാം, ഇങ്ങനെ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയാം. അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് ബോധറാക്കി കഴിഞ്ഞാൽ, ലൈക്ക് പോസിറ്റീവായിട്ട് തന്നെ ബോധറാക്കി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ആത്മവിശ്വാസത്തിൽ ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന ചെയ്യുവാണോ, അയ്യോ എന്തെങ്കിലും വരുമോ എന്നുള്ള പേടിനേക്കാളും ഇങ്ങനെയൊക്കെ ഗവൺമെൻറ് ചെയ്തു വെച്ചിട്ടുണ്ട്, ആ ഒരു തോട്ടിൽ ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അതെ, അത് വളരെ വലിയൊരു പോയിന്റാണ്. കാരണം ഇപ്പോൾ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഭയങ്കരമായ ഒരു പേടിയാണ്. ഇത് എക്സ് ഓർ വൈ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ അതിനേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ ഒരു പേടിയിലാണ് ഇപ്പോൾ ആൾക്കാർ ജീവിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പേടിക്കാണ്ടിരിക്കുക എന്നുള്ള ഒന്നാമത്തെ റീസൺ. നമുക്ക് എന്ത് പിന്നെ നമുക്ക് ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്തതായിട്ട് എന്ത് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. എനിക്ക് തോന്നണേ അങ്ങനെയാണ്. ഇതിനൊരു പരിഹാരമായിട്ട് എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ? പരിഹാരം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ആദ്യം ഇങ്ങനെ ഉണ്ടായാൽ തന്നെ മാറ്റി പാർപ്പിക്കുക ആൾക്കാരെ സ്ഥലത്ത്, ക്യാമ്പ് അങ്ങനെയൊക്കെ കുറേ നമ്മൾ മുൻകരുതലായിട്ട് ചെയ്യുക. അപ്പം പിന്നെ ഇത്രയും ജീവൻ പൊലിയില്ലല്ലോ ഈ വയനാട്ടിൽ സംഭവിച്ച പോലൊക്കെ. അവിടെ ആണെങ്കിലും കുറേ ആൾക്കാർ മരിച്ചു, കുറേ നാശനഷ്ടം ഉണ്ടായി, അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്കുള്ള കാര്യങ്ങളങ്ങ് നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ, അവരെ പറ്റി പോസിറ്റീവായിട്ട് ബോധറാക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിനെപ്പറ്റി പേടിയിൽ തന്നെയാണ്.
അപ്പോൾ നമുക്ക് ഇവിടെ വേറൊരാളോട് അഭിപ്രായം ചോദിച്ചു നോക്കാം. എനിക്ക് തോന്നുന്നു ഈ റവന്യൂ ഭൂസ്വത്ത് കൂട്ടുന്നതിന് പകരം ഈ കുന്നിടിച്ച് പരത്തുന്നതിന് പകരം നിരപ്പായ സ്ഥലത്തേക്ക് ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. വീണ്ടും വീണ്ടും വരുന്ന ഈ അപകടങ്ങൾ ഈ വയനാടൊക്കെ ഉണ്ടായ അതുപോലത്തുള്ള ദുരന്തങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? മുല്ലപ്പെരിയാർ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് വേഗം പരിഹരിക്കേണ്ട ഒരു ഇതാണ്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കണമില്ല. അതിങ്ങനെ സാധാരണക്കാരന്റെ ആവലാതിയെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. സാധാരണക്കാരെന്നല്ല, ഇതിപ്പോ എത്ര കോടീശ്വരനാണെങ്കിലും ഇതൊന്ന് പൊട്ടി അതോടെ തീർന്നു. പിന്നെ അത്രയും സംസ്ഥാനങ്ങളും തീർന്നു. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടത് രണ്ട് സംസ്ഥാനങ്ങൾ നയത്തിലായിട്ട് അത് പെട്ടെന്ന് എന്താ പറയാ പെട്ടെന്നൊരു പ്രതിവിധിയാണ്, അതാണ് ചെയ്യേണ്ടത്. രണ്ട് സംസ്ഥാനത്തിലെയും ഭരണാധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ചേട്ടാ, നമ്മളൊരു യൂട്യൂബ് സർവേയുടെ ഭാഗമായിട്ട് വന്നതാ. അപ്പോൾ നമ്മളിപ്പോൾ വയനാടൊക്കെ ഒരു മഹാദുരന്തമൊക്കെ നടന്നേക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഒക്കെ ഒരു നടുക്കത്തിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ മുല്ലപ്പെരിയാറിൻ്റെ ഒരു ദുരന്തമാകുമോ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സോഷ്യൽ മീഡിയയിലെല്ലാത്തിലും സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ കേട്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പലതരം റിപ്പോർട്ടുകളും എല്ലാം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ എന്താണ് ഇതിനെപ്പറ്റി പറയാം? കാരണം നമ്മുടെ കുറുപ്പുംപടി ഭാഗം ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാധിക്കപ്പെടുന്ന ഒരു ഏരിയ ആണെന്നാണ് പറയുന്നത്. എറണാകുളം ജില്ലയിലെ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാധകമാണ്. എറണാകുളം ഇല്ല, മൂന്നാർ അതിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നവരെ ഓരോ ഡാമുകളും പോകും. ഇടുക്കി പോകും, ചെറുതോണി പോയി, അങ്ങനെ ഓരോന്നും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്. നമ്മുടെ ജില്ലകളില്ലാതെ പോകുന്നു. കാലപ്പഴക്കമായ ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ. അതിന് നമ്മുടെയൊക്കെ മുമ്പുള്ളതാണ്. നമ്മളൊക്കെ എനിക്കിപ്പോൾ ഒരു 63 വയസ്സായി. ആ ഇതിന് കണക്ക് കൂട്ടുമ്പോൾ വർഷങ്ങളും 99 കൊല്ലം കപ്പാസിറ്റി അത് എഴുതി കൊടുത്തിരുന്നതിന് അതിന് ഓവറായിട്ടുള്ള രീതിയിൽ വന്നിരിക്കണം. നമ്മുടെ ഈ കുഞ്ഞു കേരളത്തെ രക്ഷിക്കണമെങ്കിൽ ഇതിനെതിരായിട്ട് വരുന്ന ഈ തമിഴ്നാട് ഇതിന് കനിവ് വെച്ച് അടുത്തൊരു ഡാം വന്നു. ഇപ്പോൾ നമ്മൾ പ്രകൃതി ദുരന്തമായിട്ട് നമ്മൾ വയനാട്ടിൽ കണ്ടു. കിടന്നുറങ്ങിയ ആയിരക്കണക്കിന് മക്കൾ ദുരിതം അനുഭവിക്കുന്നു. കാണാതെ പോയത് 500-ലേറെ പേരായി. അപ്പോൾ ഇവരൊക്കെ സങ്കടങ്ങൾ, ഒരു കുടുംബം, കുഞ്ഞു മക്കൾ, തലമുറകൾ, ഇവരൊരു പ്രതീക്ഷയാണ് മാതാപിതാക്കൾ. കാണണം, ജനം അറിഞ്ഞ് ഇതിനെ സഹായിച്ച് ജീവിതത്തിലേക്ക് വരുത്തണം. കുഞ്ഞു മക്കളാണ്, തലമുറയാണ്, പുതിയ തലമുറയാണ് ഇവിടെ വളരേണ്ടത്. നമ്മളൊക്കെ പ്രായമായി വരുന്നവരും മാറ്റും. അപ്പോൾ അതിനൊരു സഹകരണം ഇവിടെ സർക്കാരും വേണം, ജനങ്ങളും സഹകരിക്കണം. എന്നാലേ നടക്കുള്ളൂ അടുത്തൊരു ജീവിതത്തിന് വേണ്ടി. ഇപ്പോൾ ഈ വയനാട് ഇങ്ങനെയൊക്കെ ഒരു ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തു വലയത്തിലോ ഒക്കെ ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്? നമ്മൾ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമാണ്, കാണണമെന്ന് തോന്നുന്നില്ല. നമ്മുടെ സുഹൃത്തുക്കളായിട്ട് വരുമ്പോൾ നമ്മുടെ ഒരു മക്കളാണ് അവർ, രക്തമാണ്. ആ രക്തത്തിൽ പല മാർഗങ്ങളുണ്ട്. ഒരു മനുഷ്യൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ മാറ്റം. എല്ലാവരും മനുഷ്യനാണ് മതങ്ങളെ ഉണ്ടാക്കി ഓരോ ചേരുവകളുണ്ട്. പക്ഷേ അതല്ല വേണ്ടത്. ഇവിടെ ജനം ഒന്നായിട്ട് കാണും, മതമല്ല, മനുഷ്യനൊന്ന്. അതാണ് ആണും പെണ്ണുള്ളൂ മാറ്റം. അത് മാത്രമേ കാണണ്ടേ. എല്ലാവരും ജീവിതത്തിലേക്ക് വരും. നമ്മുടെ ഈ സൗന്ദര്യമായ കേരളം സുന്ദരമാക്കണം. ഭംഗി കൂടിയതായിരുന്നു, പക്ഷെ മനുഷ്യൻ അറിയുന്നില്ല. അതിനെ കൂടുതൽ അടുക്കണം, അറിയണം. അതാണ്. ഓക്കെ ചേച്ചി, നമ്മളൊരു യൂട്യൂബ് സർവേയുടെ ഭാഗമായിട്ട് വന്നതാണ്. ഇപ്പോൾ വയനാടൊക്കെ ഇത്രയും വലിയൊരു ദുരന്തമൊക്കെ നടന്ന് നമ്മളതിൻ്റെ ഒരു നടുക്കത്തിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാറ് എന്ന് പറയുന്ന ഒരു ഭീതിയാണ് എപ്പോഴും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെപ്പറ്റി ഒരു ചർച്ച വീണ്ടും സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ബാധിക്കപ്പെടുന്ന ഒരു മേഖലയാണ് കുറുപ്പുംപടി. ഇവിടെ ജീവിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ചേച്ചിക്ക് എന്താണ് അതിനെപ്പറ്റിയുള്ള ചേച്ചിയുടെ ഒരു ആവലാതി എന്താണ്? എല്ലാവർക്കും നല്ല പേടി ഉണ്ടാവില്ല, അതുപോലെ തന്നെ ശരിക്കും അതിൻ്റെ ഒരു പേടിയുണ്ട്. ഉണ്ടാവും എന്തായാലും. ഇപ്പം ഇത്രയും മഴയൊക്കെ പെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ ടെൻഷൻ എല്ലാവർക്കും. ഇതിങ്ങനെ ന്യൂസുകളിൽ നിന്നൊക്കെ ചേച്ചിക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇതിങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട്? കാരണം അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് ബലമുണ്ട്, ഇതിന് തകരില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവില്ല എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും ഇതിനൊരു വിധി വരാത്ത, ഒരു അനുകൂല നിലപാട് ഇതിനകത്ത് വരാത്ത. അതുകൊണ്ടാണ്. ചേച്ചിക്ക് എന്ത് തോന്നുന്നു? പൊട്ടും തന്നെയാണ് തോന്നുന്നത്. എത്രയും കാലപ്പഴക്കം എത്തിയ ആയതുകൊണ്ട്. അതെ, 50 വർഷമാണ് അത് പണിത സമയത്ത് പറഞ്ഞത്. ഇപ്പോൾ 128 വർഷം ആയി. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള പൊട്ടും തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നല്ലോ. അതിൻ്റെ ഒരു പേടിയിലാണ് എല്ലാവരും കഴിയുന്നത്. ചേച്ചി, നമ്മൾ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇപ്പോൾ വയനാട് നമുക്കറിയാം, നമ്മൾ ന്യൂസിലെല്ലാം കാണുന്നുണ്ട്, ഒരു മഹാദുരന്തം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ വിഷയം നമ്മൾ വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ്. മുല്ലപ്പെരിയാർ ഒരു ദുരന്തമാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അതൊരു മുല്ലപ്പെരിയാർ ഒരു ദുരന്തമായി മാറിയാൽ അത് ബാധിക്കപ്പെടുന്ന ഒരു ഏരിയ ആയിരിക്കും തീർച്ചയായിട്ടും ഈ കുറുപ്പുംപടി മേഖല. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു? അല്ലെങ്കിൽ എത്രത്തോളം ഭയപ്പാടോടുകൂടിയിട്ട് മുല്ലപ്പെരിയാർ എന്ന വിഷയത്തെ കാണുന്നു?
ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയുണ്ട്. ഞങ്ങളെല്ലാവരും ഒഴുകിപ്പോകുമെന്നുള്ള ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. അതിന് ഒരു തക്കതായ ഒരു പരിഹാരം കാണാൻ ഗവൺമെൻറ്റും എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം നടക്കും. അത് കഴിഞ്ഞാൽ അത് പറ്റിക്കഴിഞ്ഞിട്ട് അത് നമ്മൾ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ അതിന് നടപടി എടുത്താൽ നല്ല കാര്യം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ വയനാട് നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഇത്രയും ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു, ഒരുപാട് ആൾക്കാരെ കാണാനില്ല, ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥ. ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ വീടിലോ അല്ലെങ്കിൽ സുഹൃത്ത് വലയത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ആയിട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് ഈ വിഷയം ചർച്ച ചെയ്യാറുണ്ടോ? ആ എല്ലാവരും ചർച്ച ചെയ്യാറുണ്ട്. എല്ലാവർക്കും അത് കണ്ടിട്ട് നല്ല ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉണ്ട്. അതുപോലൊന്നും വരാതെ നമ്മൾ സർക്കാരും ഒന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും എല്ലാവരും പറയുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ സർക്കാർ അധികാരികൾക്കാണ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അവരത് ചെയ്യാന്നുള്ളതാണ്. എല്ലാവരും വളരെയധികം ഭയപ്പാടോടുകൂടിയിട്ട് തന്നെയാണ് മുല്ലപ്പെരിയാർ വിഷയത്തെ കാണുന്നത്.